നമസ്കാരം. നിരാമിത്ര ആയുർവേദ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വയസ്സായവർക്ക് മാത്രമല്ല, ഇന്ന് യുവാക്കൾക്കിടയിലും കണ്ടുവരുന്ന ഒന്നാണ് മുട്ടുവേദനയും വിട്ടുമാറാത്ത സന്ധിവേദനയും. പടികൾ കയറുമ്പോഴോ നിലത്തിരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ കടുകടു ശബ്ദവും വേദനയും ജീവിതത്തെ പലപ്പോഴും ദുസ്സഹമാക്കാറുണ്ട്. സന്ധികളിലെ തേയ്മാനം കുറയ്ക്കാനും വേദനയിൽ നിന്ന് ശാശ്വത ആശ്വാസം ലഭിക്കാനും ആയുർവേദം നിർദ്ദേശിക്കുന്ന ഫലപ്രദമായ വഴികൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നിരാമിത്ര വിവരിക്കുന്നു. ആയുർവേദത്തിൽ സന്ധിവേദനയെ പ്രധാനമായും സന്ധിഗത വാദം എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ വാതദോഷം വർദ്ധിക്കുമ്പോഴാണ് സന്ധികളിലെ വഴുവഴുപ്പ് കുറയുന്നതും തേയ്മാനം സംഭവിക്കുന്നതും. പ്രധാന കാരണങ്ങൾ: വാതദോഷം വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ, ഉരുളക്കിഴങ്ങ്, പരിപ്പുവർഗ്ഗങ്ങൾ എന്നിവ. അമിതഭാരം, ഇത് സന്ധികളിൽ അമിത സമ്മർദ്ദമുണ്ടാക്കുന്നു. വ്യായാമമില്ലായ്മ അല്ലെങ്കിൽ അമിതമായ ആയാസം. രാത്രിയിലെ തണുത്ത കാറ്റും തണുത്ത വെള്ളത്തിലെ കുളിയും. വേദന കുറയ്ക്കാൻ നിരാമിത്ര നിർദ്ദേശിക്കുന്ന ലളിതമായ വഴികൾ ഇതാ. മഞ്ഞളും ഇഞ്ചിയും ചേർത്ത് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. മഞ്ഞളിലെ കുർക്കുമിൻ ഒരു സ്വാഭാവിക വേദന സംഹാരിയാണ്. എള്ളെണ്ണ മസാജ്. അഭ്യംഗ ചെറുതായി ചൂടാക്കിയ എള്ളെണ്ണയോ മുറിവെണ്ണയോ ഉപയോഗിച്ച് വേദനയുള്ള ഭാഗത്ത് തടവുന്നത് രക്തയോട്ടം കൂട്ടാനും പേശികൾക്ക് ബലം നൽകാനും സഹായിക്കും. മുരിങ്ങയില. കാൽസ്യം ധാരാളമായി അടങ്ങിയ മുരിങ്ങയില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കും. ചൂടുപിടിക്കൽ. ഉപ്പും മണലും കിഴികെട്ടി ചൂടാക്കി വേദനയുള്ള ഭാഗത്ത് പിടിക്കുന്നത് ആയുർവേദത്തിലെ ലളിതമായ ഒരു സ്വേദന ചികിത്സയാണ്. ഭക്ഷണത്തിൽ നെയ്യ് ഉൾപ്പെടുത്തുന്നത് സന്ധികളിലെ ലൂബ്രിക്കേഷൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും. തണുത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കി എപ്പോഴും ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ശരിയായ വിശ്രമവും മിതമായ വ്യായാമവും സന്ധികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ശ്രദ്ധിക്കുക, സന്ധികളിൽ കഠിനമായ പഴുപ്പോ ചുവപ്പോ ഉണ്ടെങ്കിൽ അത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ സ്വയം ചികിത്സ നിൽക്കാതെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് കൃത്യമായ മരുന്നുകൾ സ്വീകരിക്കേണ്ടതാണ്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആരോഗ്യ അറിവുകൾക്കായി നിരാമിത്ര സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.